എല്ലാവർക്കും നമസ്കാരം. ഡെയിലി ടെസ്റ്റ് എന്ന സെഷനിലേക്ക് സ്വാഗതം. 19 ഏപ്രിൽ 2023 ഡെയിലി ടെസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 10 ചോദ്യമാണ്. എല്ലാ ദിവസത്തെയും പോലെ 10 ചോദ്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഉത്തരം ഡിസ്കസ് ചെയ്യും. ഇതൊരു സെൽഫ് ഇവാലുവേഷൻ ടെസ്റ്റാണ് നിങ്ങൾക്ക്. ആദ്യത്തെ ചോദ്യം, ഇത് പൊതുവേ ജോഗ്രഫിയായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്ന് ഡെയിലി ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, പരുത്തി, കരിമ്പ് എന്നീ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? പരുത്തി, അതായത് കോട്ടൺ, കരിമ്പ്, ഷുഗർ കെയിൻ എന്നീ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏത്? 2, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനം ഏത്? ഏറ്റവും കോമൺലി ഫൗണ്ട് ആയിട്ടുള്ള ഇന്ത്യയിലെ മണ്ണിനം ഏതാണ്? 3, ദേവഭൂമിയിലൂടെ എന്ന കൃതി രചിച്ചതാരാണ്? ദേവഭൂമിയിലൂടെ എന്ന കൃതി രചിച്ചതാര്? മൂന്നാമത്തെ ചോദ്യം. 4, എപ്പോഴും പാസുകളുടെ ചോദ്യം, മൗണ്ടൻ പാസുകളുടെ ചോദ്യം ചോദിക്കുന്നതാണ്. 4, നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ, ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെ? 5, ഡെറാഡൂൺ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏത്? ഡെറാഡൂൺ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? 6, ബ്രഹ്മപുത്ര ടിബറ്റിൽ അറിയപ്പെടുന്ന പേരെന്ത്? ബ്രഹ്മപുത്ര ഇപ്പോൾ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നൊരു പേരുണ്ട്, അതുപോലെ തന്നെ ടിബറ്റിൽ അറിയപ്പെടുന്ന പേരെന്താണ്? 7, ഉത്തര മഹാസമതലത്തിലെ മണ്ണിനം ഏത്? നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിൽ ഇപ്പം വളരെ ഒരു ക്ലൂ എന്താണെന്ന് വെച്ചാൽ ഗംഗാ ബ്രഹ്മപുത്രയൊക്കെ സംഗമ സ്ഥലമാണ്, അതുകൊണ്ട് തന്നെ വളരെ ഫെർട്ടൈലായിട്ടുള്ള പ്ലെയിനാണ്. അപ്പോൾ ഏത് മണ്ണാണ് ഉത്തര മഹാസമതലത്തിലുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 8, കബനി നദിയുടെ പോഷക നദി ഏതാണ്? കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? കബനി ഏത് നദിയുടെ പോഷക നദിയാണെന്നാണ്, തെറ്റിപ്പോയി. കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? കബനി ഏത് റിവറിൻ്റെ ട്രിബ്യൂട്ടറി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 9, ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയും ഏതാണ് സംസ്ഥാനം? 10, സെബിയുടെ ചെയർമാൻ ആരാണ്? സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആരാണ്? ഇത്രയാണ് ചോദ്യങ്ങൾ. അതിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, പരുത്തി, കരിമ്പ് എന്നീ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? കറുത്ത മണ്ണാണ്, ബ്ലാക്ക് സോയിലാണ്. റിഗർ സോയിൽ എന്ന് പറയുന്ന ബ്ലാക്ക് സോയിലാണ് പരുത്തി, കരിമ്പ് എന്നീ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണ്, അലൂവിയൽ സോയിൽ അല്ലേ. ദേവഭൂമിയിലൂടെ എന്ന കൃതി രചിച്ചതാരാണ്? AK രാമചന്ദ്രനാണ് ദേവഭൂമിയിലൂടെ എന്ന കൃതി രചിച്ചത്. നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? സിക്കിം, ടിബറ്റാണ് നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലം. സിക്കിം, ടിബറ്റ്, നാഥുല ചുരം. 5, ഡെറാഡൂൺ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര എന്ന് പറയുന്നത് ശിവാലിക്സ് ആണ്, ശിവാലിക്സ്. 6, ബ്രഹ്മപുത്ര ടിബറ്റിൽ അറിയപ്പെടുന്ന പേരെന്താണ്? സാങ്പോ. ബ്രഹ്മപുത്ര ടിബറ്റിൽ അറിയപ്പെടുന്ന പേര് സാങ്പോ. ഉത്തര മഹാസമതലത്തിലെ മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണാണ്. എക്കൽ മണ്ണാണ് ഉത്തര മഹാസമതലത്തിലെ മണ്ണിനം. കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരിയുടെ പോഷക നദിയാണ് കബനി. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ശരാവതി. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ശരാവതിയാണ്. എവിടെയാണ്? കർണാടകയിലാണ് ജോഗ് വെള്ളച്ചാട്ടം. കർണാടക. നദി ഏതാണ്? ശരാവതി. സെബിയുടെ ചെയർമാൻ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആരാണ്? മാധവി പൂരി ബച്ചാണ് ചെയർമാൻ. അപ്പോൾ ഇത് സെബിയുടെ ആദ്യത്തെ വുമൺ ചെയർപേഴ്സൺ ആണ്, അതുകൊണ്ട് തന്നെയാണ് അതിനൊരു ഇമ്പോർട്ടൻസ് ഉള്ളത്. ഇപ്പോൾ ചെയർപേഴ്സൺ എന്നാണ് ചോദ്യത്തിൽ വേണ്ടത്. സെബിയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് മാധവി പൂരി ബച്ചാണ്. അപ്പോൾ ഇന്നത്തെ ഡെയിലി ടെസ്റ്റ് ചോദ്യങ്ങളാണിത്. കുറേയും കൂടെ ജോഗ്രഫിയായി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കട്ട് ഓഫ് എന്ന് പറയുന്നത് 8 മാർക്കാണ്. കാരണം ഏറ്റവും ബേസിക് ടെക്സ്റ്റ് ബുക്ക് SCRT ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ചോദ്യം മാത്രമാണ് ഈ ജോഗ്രഫിയിൽ നിന്ന് മാറി ചോദിച്ചത്, അത് ഈ സെബിയുടെ ചെയർപേഴ്സൻ്റെതാണ്. ബാക്കിയെല്ലാം നിങ്ങൾക്കറിയാവുന്ന ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡെയിലി ടെസ്റ്റ്. കട്ട് ഓഫ് 8 മാർക്ക്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ, ടേക്ക് കെയർ.